الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أيها الناس اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل من يرزقكم من السماء والأرض أمن يملك السمع والأبصار ومن يخرج الحي من الميت ويخرج الميت من الحي ومن يدبر الأمر فسيقولون الله فقل أفلا تتقون. فذلكم الله ربكم الحق فماذا بعد الحق إلا الضلال فأنى تصرفون. സഹോദര സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളനുസരിച്ച് ജീവിതം നയിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഭൂമിയിൽ മനുഷ്യനെ മഹോന്നതമായ ഒരു ലക്ഷ്യം നിർവഹിക്കുവാൻ വേണ്ടി സൃഷ്ടിച്ചതാണ്. നമുക്കറിയാമല്ലോ അത്. എന്തായിരിക്കും ആ ലക്ഷ്യം? അതും എല്ലാവർക്കും അറിയാം. ആ അറിവിൽ ചില വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ സംഭവിച്ചു പോയി എന്ന് വരാം. ഖുർആനും സുന്നത്തും നന്നായി മനസ്സിലാക്കുമ്പോൾ ആ അറിവ് നല്ല നിലയിൽ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് നിലനിൽക്കുന്ന അപൂർണമായ അറിവുകൾ ആ ദീനിലെ പല കാര്യങ്ങളെക്കുറിച്ചും ഉള്ള അറിവുകളെ അപൂർണമാക്കും. മനസ്സിലാക്കാണെന്ന് ഞാൻ കരുതുന്നു. അല്ല, ഇസ്ലാമിനെ കുറിച്ച് നല്ല നിലയിലാണ് മനസ്സിലാക്കിയതെങ്കിൽ ഇസ്ലാമിലെ കാര്യങ്ങളും കർമ്മങ്ങളും അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ ദീന്, അതാണ് ഇസ്ലാം. പല ഖുതുബകളിലും ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്, ആ ദീൻ എന്ന പദത്തിന് മതം എന്നർത്ഥം പറയരുത്. അള്ളാഹുവിൻ്റെ ദീൻ അത് മതമല്ല. അതിനെ മതമാക്കി മാറ്റുകയാണ് ചെയ്തത്. മുഹമ്മദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പൂർത്തീകരണം നിർവഹിച്ച പ്രവാചകനാണല്ലോ. മുൻകഴിഞ്ഞ പ്രവാചകന്മാരൊക്കെ ഈ ദീനിൻ്റെ സന്ദേശവാഹകരായിരുന്നു. ആ ദീനിൻ്റെ സന്ദേശവാഹകരായ ആ പ്രവാചകന്മാരുടെയും ദൂതന്മാരുടെയും ദീനിനെ
അവരുടെ അനുയായികൾ പിഴച്ചുപോയ സമയത്ത് മതങ്ങളാക്കി മാറ്റി. അതുകൊണ്ട് ലോകത്ത് നമ്മൾ ഇപ്പോൾ അറിയുന്ന മതങ്ങളുണ്ടല്ലോ, വേദഗ്രന്ഥങ്ങളുടെ അനുയായികൾ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഓരോ മതത്തിന്റെ ആൾക്കാരാണെന്ന് പറയാറുണ്ടല്ലോ. യഥാർത്ഥത്തിൽ അത് മതമല്ല, അതവരാക്കിയത്. അള്ളാഹുവിന്റെ അംബിയാ മുർസലുകളുടെ കാലം കഴിഞ്ഞപ്പോൾ താല്പര്യക്കാരാണ് പിന്നീട് കൈകാര്യം ചെയ്തു പോകുന്നത്. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ യഥാർത്ഥ ശിഷ്യന്മാരെ മറികടന്നുകൊണ്ട് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ സന്ദേശം അടിമുടി മാറ്റിമറിച്ചത് അന്ന് നിലവിലുണ്ടായിരുന്ന റോമയിലെ ഭരണാധികാരിയുടെ പിന്തുണയോടുകൂടി ഒരു പുരോഹിതനായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. അതേപോലെ മുൻ കഴിഞ്ഞു പോയ എല്ലാ അംബിയാ മുർസലുകളുടെയും ദീനിയായ സന്ദേശം താല്പര്യക്കാർ അത് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ സന്ദേശത്തെ അവർ അവരുടെ താല്പര്യത്തിനൊത്ത് വ്യാഖ്യാനിക്കാൻ തുടങ്ങി. ആദം നബി അലൈഹി ഇസ്ലാം മുതൽ നോഹ് നബി അലൈഹി ഇസ്ലാമിലൂടെ കടന്നുപോകുന്ന മനുഷ്യ ജീവിതത്തിന്റെ സുപ്രധാനമായ മേഖലകളിലൊക്കെ മാർഗദർശനം നൽകിപ്പോന്ന അള്ളാഹുവിന്റെ അംബിയാ മുർസലുകൾ, ആ അംബിയാ മുർസലുകളുടെ കാലം കഴിയുമ്പോൾ താല്പര്യക്കാർ കടന്നുകൂടുകയും അവരുടെ താല്പര്യത്തിന് വിരുദ്ധമായത് എന്ത് സംഭവിച്ചാലും ആരിൽ നിന്നാണോ അത് സംഭവിക്കുന്നത് അവരെ കൈകാര്യം ചെയ്യുകയും ചെയ്തിരുന്നു. കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ വേഗം മനസ്സിലാവുമല്ലോ. ഒന്നുകിൽ അവരെ തിരോധാനം അവരുടെ നാട് ഇല്ലാതാക്കും, അതല്ലെങ്കിൽ അവരെ ഒന്നുമല്ലാത്ത വിധത്തിൽ അവരെ തേജോവധം ചെയ്യും. പലരെയും അവർ കൊന്നു, പലരെയും അവർ കളവാക്കി. അഫകുല്ലമാ ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും റസൂലും ബിമാ ലാ തഹ്വാ അൻഫുസുക്കും. അഫകുല്ലമാ ജാഅക്കും റസൂലും ബിമാ ലാ തഹ്വാ അൻഫുസുക്കും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളല്ലാത്ത നിയമങ്ങളുമായി ദൂതന്മാർ വന്നപ്പോഴൊക്കെ ഫരീഖൻ കദ്ദബത്തും, ഒരു വിഭാഗത്തെ നിങ്ങൾ കളവാക്കി, ഫരീഖൻ തഖ്തുലൂൻ, വേറൊരു വിഭാഗത്തെ നിങ്ങൾ കൊന്നു. അവർ ചെയ്തു എന്നും നിങ്ങൾ ചെയ്തു എന്നും ഖുർആൻ കൈകാര്യം ചെയ്തു. നമുക്കറിയാമല്ലോ, സക്കരിയ നബി അലൈഹി ഇസ്ലാമിനെ കൊല്ലേണ്ട വല്ല കാരണം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അവർ കൊല്ലുകയാണല്ലോ ചെയ്തത്. യഹ്യാ നബി അലൈഹി ഇസ്ലാമിനെ കൊല്ലാനുള്ള കാരണം അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുണ്ടാവുകയില്ലല്ലോ. അതായത് ഒരു മനുഷ്യനെ കൊല്ലണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചില കാരണങ്ങളുണ്ട്. അതിൽ അയാൾ വേറെ ആരെങ്കിലും കൊല്ലണം അന്യായമായി, അതല്ലെങ്കിൽ നാട്ടിൽ നാശമുണ്ടാക്കണം, അല്ലാതെ കൊല്ലാൻ പാടില്ലല്ലോ. പക്ഷെ ഇത് രണ്ടും യഹ്യാ നബിയോ സക്കരിയ നബിയോ ചെയ്തിട്ടുണ്ടാവില്ല. വായിച്ചു കാണും നിങ്ങൾ ഒരുപക്ഷെ ചരിത്രം. യഹ്യാ നബി അലൈഹി ഇസ്ലാമിനെ കൊല്ലാൻ ആളുകൾ പിന്നാലെ വന്നപ്പോൾ അദ്ദേഹം അത്ഭുതകരമായി ഒരു മരത്തോട് ഇങ്ങനെ പിളരാൻ പറഞ്ഞു. ആ മരം രണ്ടായി പിളർന്നു. ആ മരത്തിന്റെ ഉള്ളിലേക്ക് അദ്ദേഹം കടന്നു. മരം കൂടുകയും ചെയ്തു. ഇതിനകത്തുണ്ടവൻ എന്ന് പറഞ്ഞുകൊണ്ട് വാള് കൊണ്ടുവന്ന് ആ മരം രണ്ടായി മുറിച്ചുകൊണ്ടാണ് സക്കരിയ നബിയെ കൊന്നത് എന്ന് കഥയിലുണ്ട്. കഥയിലെന്ന് ഞാൻ പറഞ്ഞത് നാളെ നിങ്ങളെ ചോദിക്കാതിരിക്കാൻ. കഥയിൽ ചോദ്യമില്ലാന്ന് എനിക്കറിയാം. യഹ്യാ നബി അലൈഹി ഇസ്ലാമിനെ കൊന്നത് അന്നത്തെ റോം ഭരണാധികാരിയുടെ താല്പര്യം, അയാളുടെ അല്ല, അയാളുടെ ഭാര്യയുടെ താല്പര്യം പൂർത്തീകരിക്കുവാൻ യഹ്യാ നബി അലൈഹി ഇസ്ലാമിനെ കൊന്നിട്ട് തല ഒരു തളികയിൽ വെച്ച് അവരുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് ചെയ്തത്. മഹാറാണിയുടെ മുമ്പിൽ. അതും കഥയിലല്ല, കൊന്നല്ലോ അവർ.
ഞാൻ പറഞ്ഞത്, എന്തിനാണ് അവരെ കൊന്നത്? വിശദീകരിക്കാൻ കഴിയുമോ? വളരെ വേഗം അതിലൊരു മറുപടി ഉണ്ട്. ഈ ദീനിനെ താല്പര്യത്തിനൊത്ത് മതമാക്കിയപ്പോൾ ആ മതങ്ങളാക്കുന്നതിന് മുമ്പിൽ തടസ്സമായിരുന്നു അവർ. നിങ്ങളുടെ അഭിപ്രായം എന്നല്ലേ മതം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? രാജാവിന്റെ അഭിപ്രായം എന്നല്ലേ? അല്ല, അത് നിങ്ങളെപ്പോലെ പുസ്തകങ്ങൾ എഴുതിയ ആൾക്കാരുടെ അഭിപ്രായം എന്നല്ലേ? ആരതാണ് ഈ ബൈബിൾ? അത് ബുത്രോസിന്റേതാണ്, പത്രോസിന്റേതാണ്, മത്തായിയുടേതാണ്. അള്ളാഹുവിന്റെ ഇഞ്ചീല് വേറൊരു മത്തായിയുടെയോ പത്രോസിന്റേതോ ആകാൻ പാടില്ലല്ലോ. ഒരുപാട് ആൾക്കാരത് എഴുതിണ്ടാക്കി. എന്നിട്ട് അവരുടേതായി ബൈബിൾ. എന്നിട്ട് അത് ദിവ്യപുസ്തകമാണെന്ന് പറഞ്ഞു. അതിലവർക്ക് ആവശ്യമുള്ളത് അവർ കൂട്ടിച്ചേർത്തു. അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായത് അവർ മാറ്റിവെച്ചു. അതിനെതിരിൽ ഇവർ തടസ്സങ്ങൾ, ആ തടസ്സമായി നിന്നവരെ കൊന്നു. ഇതാണ് സംഭവിച്ചത്. അപ്പൊ ദീനിനെ അതിന്റെ തനതായ അർത്ഥത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ, തെറ്റിക്കുവാൻ താല്പര്യക്കാർ ശ്രമിച്ചപ്പോഴൊക്കെ അതിനെതിരിൽ ശക്തമായ പ്രതിരോധ മനസ്സുമായി നിലനിന്നവരെയാണ് അവർ കൊന്നതും കൊല്ലാൻ ശ്രമിച്ചതും. കൊന്നു തീർക്കാൻ കഴിയാതെ വരുമ്പോൾ അഖിലലോകാടിസ്ഥാനത്തിൽ തന്നെ അവർക്കെതിരിൽ വളരെ മോശപ്പെട്ട പ്രചരണങ്ങൾ നടത്തും. ആ പ്രചരണങ്ങൾ നടത്തുമ്പോൾ ഒരു സാധാരണക്കാരനായ ആൾക്ക് തോന്നും, എന്തിനൊക്കെ നമ്മൾ ഈ തലവേദനക്ക് പോകണത്, നമ്മളത് മിണ്ടാൻ പോണ്ട, അങ്ങനെയായിക്കോട്ടെ. അവിടെയാണ് ഇർഹാബ്, ടെററിസം, ഭീകരവാദം അതൊക്കെ ഉണ്ടായിപ്പോകുന്നത്. ഇസ്ലാമിക ഉമ്മത്ത് മുസ്ലിമയെ, യഥാർത്ഥ ഉമ്മത്ത് മുസ്ലിമെ ഈ ലോകത്ത് നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുവാൻ വേണ്ടി ആ ഉമ്മത്ത് മുസ്ലിമയുടെ യഥാർത്ഥ ശത്രുക്കൾ സൃഷ്ടിച്ചുവിടുന്നതാണ് ഇർഹാബ് എന്ന് ലിബിയയിലെ ഭരണാധികാരി കേണൽ ഖദ്ദാഫി ആവർത്തിച്ച് പറയാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലും അത് അദ്ദേഹം പറയും. ഇസ്ലാമിനെ നശിപ്പിക്കാനല്ല, മുസ്ലിം ഉമ്മത്തിനെ ഇസ്ലാമിന്റെ വഴിയിലൂടെ മുമ്പോട്ട് പോകുന്നതിന് തടസ്സമുണ്ടാക്കുവാൻ അവര് പ്രചരിപ്പിക്കുകയാണ് ലോകാടിസ്ഥാനത്തിൽ ഇർഹാബ്. യഥാർത്ഥത്തിൽ ഭീകരതയുള്ളത് അവരുടെ കയ്യിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരന്മാര് അവരാണ് എന്ന് അദ്ദേഹം സമർത്ഥിക്കുകയാണ്. ഏറ്റവും വലിയ ഭീകരത പുറപ്പെടുന്നത് ഐക്യരാഷ്ട്രസഭയിൽ നിന്നാണ്. ഏറ്റവും വലിയ ഭീകരത ഐക്യരാഷ്ട്രസഭയുടെ ഉള്ളിൽ സെക്യൂരിറ്റി കൗൺസിൽ എന്നോ എന്തോ പറഞ്ഞിട്ട് രക്ഷാസമിതി എന്ന പേരിൽ ഒരു സാധനമുണ്ട്. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര സമൂഹം. ഏതോ 5-6 രാഷ്ട്രങ്ങളാണ് അതിലുള്ളത്. എന്താണ് അവരുടെ അധികാരം എന്ന് ചോദിച്ചാൽ, മൂക്ക് കീഴ്പ്പെട്ടായ എല്ലാ ഓരോ മനുഷ്യനും അറിയാം അവര് ലോകത്തുള്ള മനുഷ്യരെ രക്ഷിക്കുന്ന സമിതിയാണെന്ന് പറയുന്നു. അല്ല, നിങ്ങൾ രക്ഷിക്കുന്നവരല്ല, നിങ്ങൾ ശിക്ഷിക്കുന്നവരാണ് എന്ന് ഐക്യരാഷ്ട്രസഭയിൽ കഴിഞ്ഞ പ്രസംഗത്തിൽ ശക്തമായി പറഞ്ഞ ഒരു മനുഷ്യനാണ് ഖദ്ദാഫി. പക്ഷെ നമുക്ക് ഖദ്ദാഫിന് ഇഷ്ടമല്ലല്ലോ. നമുക്ക് ഇഷ്ടപ്പെടുന്ന ചില ആൾക്കാരുണ്ട്. നമ്മൾ പത്രങ്ങൾ നന്നാക്കി എഴുതുമ്പോഴല്ലേ നമുക്കിഷ്ടപ്പെടുള്ളൂ. ഐക്യരാഷ്ട്രസഭയിൽ അദ്ദേഹം ചെയ്ത സുദീർഘമായ പ്രസംഗത്തിൽ അദ്ദേഹം ചോദിക്കുന്നു, നിങ്ങൾക്കാരാണ് ഈ അധികാരം തന്നത്? നിങ്ങൾക്കാരാണ് വീറ്റോ അധികാരം തന്നത്? ആരാണ് നിങ്ങൾക്ക് സ്ഥിരാംഗത്വം തന്നത്? സ്ഥിരാംഗത്വവും വീറ്റോ അധികാരവും നിങ്ങൾക്ക് ആര് നൽകി? ജനാധിപത്യത്തിന്റെ അപ്പോസ്തലന്മാരെ ആരാ നിങ്ങൾക്ക് നൽകിയത്? എല്ലാവരും ഉണ്ടാവിടെ. എല്ലാ രാഷ്ട്രങ്ങളുടെയും പ്രതിനിധികളൊക്കെ ഉണ്ട്. ഒരക്ഷരം ആരും മറുപടി പറഞ്ഞില്ല. ആര് തന്നു നിങ്ങൾക്ക്? അങ്ങനെ ചോദിക്കാനൊരു മനുഷ്യനെങ്കിലും വേണ്ട. ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം കയ്യിൽ ബോംബും പിടിച്ചുകൊണ്ട് ആണല്ലോ ഈ പറയുന്നതൊക്കെ.
അടിച്ചമർത്തുക. അപ്പോ അദ്ദേഹം പറഞ്ഞു, അതാണ് ഏറ്റവും വലിയ ഭീകരത. അപ്പൊ നമ്മളറിയുമല്ലോ, തിന്നാനും കുടിക്കാനും ഇല്ലാത്ത ഒരു മേഖലയിലേക്ക്, അത് പ്രതിരോധിക്കപ്പെട്ട മേഖലയിലേക്ക്, ഗസ എന്ന് പറയുന്ന ഒരു പ്രദേശം, ഗസ പലസ്തീനിലെ, അവർക്ക് ആരൊക്കെയോ ഭക്ഷ്യസാധനങ്ങളും മരുന്നും ഒക്കെ ഇങ്ങനെ കപ്പലിൽ കൊടുത്തയച്ചു. കൊടുത്തയക്കുമ്പോൾ കപ്പൽ തടയുക. ആരാ തടയുന്നത്? ലോകത്തൊരു മുട്ടുസൂചിയുടെ വലിപ്പമില്ലാത്ത ഒരു ചെറിയ രാഷ്ട്രം, ഒരു മുട്ടുസൂചിയുടെ വലിപ്പം അതിനില്ല ഭൂമിയെ അപേക്ഷിച്ച്. അതാണ് അവരാ തടയുന്നത്. ഒന്ന് ആലോചിച്ചോ നിങ്ങൾ. അവർക്കറിയാവല്ലോ, എല്ലാവർക്കും അറിയാവല്ലോ അവർക്കതിന് ശക്തിയില്ല. പിന്നെ എങ്ങനെ അവർക്ക് തടയാൻ കഴിഞ്ഞു? ശക്തിയുള്ളവരപ്പുറത്തുണ്ട്, അമേരിക്കക്കാരൻ ഇപ്പുറത്തുണ്ട്, ബ്രിട്ടീഷുകാരൻ ഇവിടെ ഉണ്ട്. അതേപോലെ ഇപ്പറഞ്ഞ വീറ്റോ അധികാരമുള്ള സ്ഥിരാംഗത്വമുള്ളവരപ്പുറം ഇപ്പുറമുണ്ട്. അവർക്ക് പിന്തുണ നൽകുന്നവരാണ് ലോകത്തുള്ള മുഴുവൻ രാഷ്ട്രങ്ങൾ. എന്റെ സഹോദരന്മാരെ തെറ്റിദ്ധരിക്കരുത്, ഇത് രാഷ്ട്രീയമല്ല, ഇത് യാഥാർത്ഥ്യമാണ്. ഞാൻ ഖുർആൻ ഉദ്ദേശിച്ചുകൊണ്ട് ഇനി പറയാൻ പോകട്ടെ. ഇത് രാഷ്ട്രീയമല്ല. കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ പറഞ്ഞു, രാഷ്ട്രീയം നിങ്ങൾക്ക് പരിചയമുള്ളത് ഈ റോട്ടിലൊക്കെ ഒച്ചുണ്ടാക്കുന്ന രാഷ്ട്രീയം. ഇതൊരു യാഥാർത്ഥ്യമാണ്. വായിച്ചില്ലേ നിങ്ങൾ പത്രങ്ങളിൽ? നിങ്ങൾക്ക് വേദന തോന്നിയില്ലേ? തിന്നാനും കുടിക്കാനും ഭക്ഷണമില്ലാത്ത ഒരു മേഖലയിലേക്ക് ഒരു കൂട്ടരല്ല വേറൊരു കൂട്ടർ അവരുടെ കപ്പലിൽ സാധനം കൊണ്ടുപോകുമ്പോൾ തടയുകയാണ്. തടയാൻ പാടില്ല പറഞ്ഞു ആരെങ്കിലും. തടഞ്ഞതിനെ അപലപിച്ചു. ആരാണെന്നറിയോ? ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ, എന്തോ ഒരു മൂക്ക്, അവന്റെ പേരതാ, എന്താണ് പേരാവോ, ഹോണി മൂക്കോ, അവനാണ് തടഞ്ഞത്. ആ പറഞ്ഞത് അപലപിച്ചു. അവന്റെ അടുത്തല്ലേ ഐക്യരാഷ്ട്രസഭ? അവന്റെ കീഴിലല്ലേ സെക്യൂരിറ്റി കൗൺസിൽ? അവനെന്ന് ഞാൻ പറയുന്നത് ഒരല്പം മര്യാദകെട്ട വർത്താനമാണ്. പക്ഷെ അതിനേക്കാൾ മാന്യമായി പറയാൻ പറ്റാത്ത ഒരാളായതുകൊണ്ടാണ് അത്രയും മാന്യതയെ ഞാൻ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അത് വായിച്ചു കാണുമല്ലോ പത്രത്തിൽ. അപലപിക്കാൻ മാത്രമല്ലല്ലോ അയാൾക്ക് അധികാരമുള്ളത്. അയാൾക്ക് പാസ്സായിക്കൂടെ? ഒരു പാസ്സായി, ഇസ്രായേലിനെതിരെ ഒരു ഒന്നാം പാസ്സായിക്കൂടെ? അമേരിക്കയിലെയും ബ്രിട്ടനെയൊക്കെ അങ്ങോട്ട് താക്കീത് ചെയ്തൂടെ? ഇല്ല, കാരണം അവരുണ്ടാക്കിയ സാധനമാണ്. അതാണ് കദ്ദാഫിയൊക്കെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ അതിലേക്ക് പോവുകയല്ല. അള്ളാഹുവിന്റെ ദീൻ, അത് ഈ പേര് ഇസ്ലാം, അതിനെ മതങ്ങളാക്കി മാറ്റിയത് താല്പര്യക്കാരാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ പൂർണ്ണരൂപം മുഹമ്മദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചു. ലോകത്തോട് വിട പറഞ്ഞപ്പോ അതിന്റെ പൂർത്തീകരണത്തിന് അബൂബക്കർ റളിയല്ലാഹു അൻഹു, തുടർന്ന് ഉമർ റളിയല്ലാഹു അൻഹു, അതിനുശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അനന്തരം അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. വല്ലാതെ താല്പര്യക്കാർ കടന്നുകൂടാത്തൊരു കാലഘട്ടം. താല്പര്യക്കാരുണ്ടായിരുന്നു, വല്ലാതെ കടന്നുകൂടിയിട്ടില്ലാത്ത ഒരു കാലഘട്ടം. അത് കഴിഞ്ഞു. നിർഭാഗ്യവശാൽ ഭരണം അമീർ മുആവിയയുടെ കയ്യിലെത്തി. അമീർ മുആവിയ ഭരണം നടത്തി സഹാബാക്കളൊക്കെ ജീവിക്കുന്ന കാലഘട്ടം അദ്ദേഹത്തിന്റെ മകനിലേക്ക് അധികാരമേൽപ്പിച്ചു കൊടുത്തു. അതാണ് രാജാധിപത്യം എന്ന് പറയുന്നത്. പിന്നെ ഇന്ന് വരെ മുസ്ലിം ലോകത്ത് ഖിലാഫത്ത് ജനങ്ങൾക്ക് ആവശ്യമുള്ള ഭരണാധികാരിയെ തിരഞ്ഞെടുത്തുകൊണ്ട് പടച്ച തമ്പുരാന്റെ നിയമങ്ങൾ നടപ്പിലാക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല. ഇത്ര കാലമായി, 1500ഓളം കൊല്ലമായി. അങ്ങനെ അങ്ങോട്ട് മാറി യസീദിന് പിന്നെ നിലനിൽക്കുവാൻ ആവശ്യമായത് അയാൾ നന്നായി ചെയ്തു. അറിയാമല്ലോ നമുക്ക്, കർബല മൈതാനത്ത് യുദ്ധമല്ല, ഒരു ഏറ്റുമുട്ടൽ നടന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടികളെ ഒരുപാടെണ്ണത്തിന് അറുകൊല നടത്തി. ആരാ നടത്തിയത്? നമുക്കറിയാമല്ലോ. ഇന്ത്യയിൽ നിന്നോ ചൈനയിൽ നിന്നോ അല്ലെങ്കിൽ അതേപോലെ മറ്റേതെങ്കിലും മേഖലയിൽ നിന്നോ അള്ളാഹുവിന്റെ ദീനിന്റെ ശത്രുക്കളായി അറിയപ്പെടുന്ന ആളുകൾ പോയിട്ടല്ല. ഈ മുസ്ലിം ജാതി സമുദായം, ആ ജാതി സമുദായത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരി യസീദിന്റെ സർവ്വസൈന്യാധിപൻ ഇബ്നു സിയാദ്. കർബലയിൽ നിന്ന് അദ്ദേഹത്തെ കൊല ചെയ്തുകൊണ്ട് മരിക്കാതെ ബാക്കിയായ 3-4 ആൾക്കാരോടൊപ്പം സുഖമില്ലാതെ തമ്പിൽ കഴിഞ്ഞുകൂടിയിരുന്ന സൈനുൽ ആബിദീൻ പിന്നെ 2-3 പെൺകുട്ടികൾ നേരെ കൊണ്ടുപോവുകയാണ് ഡമാസ്കസിലേക്ക്, യസീദിന്റെ കൊട്ടാരത്തിലേക്ക്. യസീദിന്റെ കൊട്ടാരം അവിടെയാണല്ലോ മറ്റേ ആൾ ആദ്യം കൊട്ടാരം തുടങ്ങി വെച്ചത്, അമീർ മുആവിയ. അവിടെ കൊണ്ടുപോയി. ഏതിലേക്ക് കൊണ്ടുപോകുന്നത്? ബഗ്ദാദിലെ വലിയ വലിയ പട്ടണങ്ങളിലൂടെ, രാജവീതിയിലൂടെ, ആ പട്ടണങ്ങളുടെ ഇരുവശത്തുമുള്ള മുസ്ലിം ജാതി സമുദായത്തിന്റെ നടുവിലൂടെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തല കുന്തത്തിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് കൊണ്ടുപോയി. അതങ്ങനെ കണ്ട് സഹിച്ചു നിന്നു ഈ ജാതി സമുദായം. താൽപര്യക്കാർ അള്ളാഹുവിന്റെ ദീനിനെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോരണം. താൽപര്യക്കാരുടെ കയ്യിലുള്ള ദീനാണ് മതം. മതമാക്കി ഇതിനെ മാറ്റിയത് എന്തിനാണ് ചോദിച്ചാൽ, യസീദിനെ അവന്റെ ഇഷ്ടമനുസരിച്ച് ഭരിക്കാൻ, വലീദിനെ അവന്റെ ഇഷ്ടമനുസരിച്ച് ഭരിക്കാൻ, അബ്ദുൽ മലിക് ബിൻ മർവാനും അവരുടെ ഇഷ്ടമനുസരിച്ച് ഭരിക്കാൻ. ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാക്കന്മാർക്കൊക്കെ അവരുടെ താൽപര്യമനുസരിച്ച് രാജ്യം ഭരിക്കുവാൻ ഇസ്ലാം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ദീനിനെ മതമാക്കി മാറ്റിയിട്ട് മതത്തിന്റെ ആളുകളെ വേറെ ഉണ്ടാക്കി അവരെ പള്ളികളിലും ആരാധനാലയങ്ങളിലും സലാത്ത് നഗറിലും അതേപോലെയുള്ള നഗറുകളിലും അവരെ ഒതുക്കി നിർത്തിക്കൊണ്ട് തോന്നിയതുപോലെ നാട് ഭരിക്കാൻ. അത് ഇവര് മാത്രമല്ല, മുൻഗാമികളും ചെയ്തതാണ്. റോമക്കാർക്ക് അവരുടെ താൽപര്യമനുസരിച്ച് ഭരിക്കാൻ ക്രിസ്തുമതത്തെ അവരങ്ങനെ ക്രിസ്തുമതം ഉണ്ടാക്കി. അതേപോലെ മജൂസി അവരെ പേർഷ്യക്കാര് ദുരുപയോഗപ്പെടുത്തിയിട്ട് അതൊരു മതമാക്കി മാറ്റി. അതേപോലെ ലോകത്തുള്ള മറ്റു ദർശനങ്ങളെയൊക്കെ മതങ്ങളാക്കി മാറ്റി. ഇസ്ലാമിനെയും അതുപോലെ മതം, മുസ്ലിം മുഹമ്മദ് നബിന്റെ അനുയായികൾ മതത്തിന്റെ ആൾക്കാരാക്കി മാറ്റി. അതല്ല അള്ളാഹു നമ്മളോട് പറയുന്നത്. നിങ്ങളെ നമ്മൾ പഠിച്ചത് അത് നിങ്ങൾ മനുഷ്യരായാലും നമുക്കറിഞ്ഞുകൂടാത്ത ജിന്നുകളായാലും എനിക്ക് വഴിപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് നിങ്ങളെ പഠിച്ചത്. അങ്ങനെയാണ് നിങ്ങളെ പഠിച്ചത് എന്ന് ഖുർആൻ പറയും. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നിനെയും ഇൻസിനെയും എനിക്ക് വഴിപ്പെട്ട് ജീവിക്കാൻ വേണ്ടി മാത്രമാണ് പഠിച്ചത്. എന്നിട്ട് പിന്നെ പറയാം, വമാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. ഒരു വിഭവവും എനിക്ക് ഇങ്ങോട്ട് എത്തിച്ചു തരണം എന്ന് ഞാൻ ഉദ്ദേശിക്കണില്ല. ദൈവത്തിനെ പൂജിച്ച് ജീവിച്ച് ആരാധിച്ച് കഴിഞ്ഞുകൂടുന്ന അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ നമുക്ക് എന്തെങ്കിലും ഇങ്ങോട്ട് എത്തിച്ചു തരണം, നമ്മളത് പറഞ്ഞിട്ടില്ല. എന്തിനാ അങ്ങനെ പറഞ്ഞതാവും? അമ്മ ഒരു തോന്നിയുത്തീമോ എനിക്ക് തിന്നാൻ തരണമെന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ലോകത്ത് നിലവിലുള്ള എല്ലാ മതത്തിന്റെ സ്ഥാപനങ്ങളും ആ സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത് എന്താണ്?
അവിടെ തിന്നാനും കുടിക്കാനും അതുപോലെ വിഭവങ്ങളും, ആ വിഭവങ്ങൾ ഭക്ഷണപദാർത്ഥങ്ങൾ മാത്രമല്ല, വിലപ്പെട്ട വിഭവങ്ങൾ ഉൾപ്പെടെ അതൊക്കെ നമ്മൾ ആരാധനാലയങ്ങളിൽ അർപ്പിക്കുകയാണ്. എന്തിനാണ് ചോദിച്ചാൽ, നമുക്ക് ഈ മതത്തിലൊരു സംതൃപ്തി ഇല്ലാണ്ടേ. ഞാനിപ്പോ ഇന്നലെ 4 കോടി ഉറുപ്പ്യ വേറൊരുത്തന്റെ തട്ടിപ്പറിച്ചിരിക്കുന്നു നിയമവിരുദ്ധമായി. വല്ലാത്ത പ്രയാസം എനിക്ക്. അപ്പൊ ഞാൻ അതിൽ നിന്ന് ഒരു 50 ലക്ഷം ഏതോ ഒരു മതത്തിന്റെ സ്ഥാപനത്തിൽ കൊണ്ടുപോയി കൊടുത്തു, സമാധാനത്തിന് വേണ്ടി. ഇതിൽ നിന്ന് മുക്തമായി ലോകത്ത് നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു മതക്കാരുണ്ടോ? ഏതെങ്കിലും? കള്ളത്തരവും ചെയ്യാൻ പാടില്ലാത്തതും ഒക്കെ ചെയ്തിട്ട് അതിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള മനസാക്ഷിക്കുത്തിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി അവരവർ വിശ്വസിക്കുന്ന ദൈവങ്ങളുടെ അല്ലെങ്കിൽ ദൈവങ്ങളുടെ സ്ഥാപനങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോയി അവർ കൊടുക്കില്ലേ? എന്തിനാ? വേണ്ടാത്തത് ചെയ്യാൻ, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാൻ. അതാണ് ഉമ്മാ ഉരീദു മിൻകും ഉമ്മാ ഉരീദു മിന്നും മിൻ റിസ്ഖിൻ. ഒരു വിഭവം നമ്മൾ അവരെന്ന് ഉദ്ദേശിക്കുക. നമുക്ക് വേണ്ട. നിങ്ങൾ എനിക്ക് വഴിപ്പെട്ട് ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളിൽ നിന്ന് എനിക്കൊന്നും കിട്ടേണ്ടതില്ല, എനിക്കൊന്നും നിങ്ങളുടേത് ആവശ്യവുമില്ല. എന്നെ പൂജിക്കുവാനും എന്നെ ആരാധിക്കുവാനും മഹോന്നതമായ രമ്യാർമ്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിക്കൊള്ളണമെന്നില്ല. അള്ളാന്റെ റസൂൽ ഇവിടുന്ന് പിരിഞ്ഞുപോയില്ലേ? മദീനയിൽ ഒരു പള്ളി ഉണ്ടായിരുന്നല്ലോ. ഒരു പള്ളി എങ്ങനെയായിരുന്നു അത്? മസ്ജിദുൻ നബവി എന്ന് പറയുന്ന, ആളുകൾ ധാരാളമായി കൂടി, സമ്പത്ത് ഒരുപാട് കൂടിയപ്പോൾ അതിന്റെ സൗകര്യവും ഒക്കെ നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതൊക്കെ നല്ലതാണ്. പക്ഷെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരു മാറ്റവും വരുത്തിയില്ല. ഉമർ റളിയല്ലാഹു അൻഹു 10 വർഷം ഭരിച്ചു. മദീന മസ്ജിദിന് ഒരു മാറ്റവും മൂപ്പർ കൊണ്ടുവന്നില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 12.5 വർഷം ഭരിച്ചു. ഹിജ്റ 29-30 മദീന പള്ളി മാറ്റിപ്പണിതത്. ഉസ്മാന്റെ കാലത്ത് അത് മാറ്റിപ്പണിയുന്നതിന്റെ പിന്നിൽ മർവാനെ പോലെയുള്ള ആളുകളാണ് പണിയെടുത്തത്. അങ്ങനെ അവിടെ കോലുണ്ടാക്കി. അവിടെ നല്ല കോലുണ്ടാക്കി കൊണ്ടുവന്നാൽ ഇനി അടുത്ത തലമുറയ്ക്ക് അപ്പുറത്ത് കൊട്ടാരം ഉണ്ടാക്കാം. അത് തന്നെ സംഭവിച്ചു. അമീർ മുആവിയ മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കൊട്ടാരം ഉണ്ടാക്കി. ചരിത്രം നമുക്കറിയില്ലല്ലോ, പറയാൻ പാടില്ല എന്ന് ആൾക്കാർ പറയും. പറയാൻ പാടില്ലെങ്കിൽ ഇതെങ്ങനെ ആയി എന്നാലും ചോദിച്ചെന്താ മറുപടി പറയാം? ഇങ്ങനെ ആയത് ഇങ്ങനെ ചെയ്തിട്ടാണ്. അതുകൊണ്ട് ഇന്നല്ലാഹു ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. അല്ലാഹു ആരാണെന്നറിയോ? അല്ലാഹു എല്ലാവർക്കും വിഭവങ്ങൾ നൽകുന്നവനാണ്. ജീവജാലങ്ങൾക്കും സൃഷ്ടിജാലങ്ങൾക്കും ആവശ്യമായ വിഭവങ്ങൾ വിതരണം ചെയ്യുന്നവനാണ് അല്ലാഹു. അവൻ ശക്തനാണ്, അതിശക്തനാണ്. അവൻ ശക്തനാണ്, അതിശക്തനാണ്. നിങ്ങളിൽ നിന്നൊന്നും ആവശ്യമില്ലാത്തവനാണ്. അങ്ങനെയുള്ള ഒരു അള്ളാഹുവിന്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കണം. നിങ്ങൾ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണം. അതിനാണ് നിങ്ങളെ പഠിച്ചത്. അവന് വഴിപ്പെട്ട് ജീവിക്കുന്ന നിങ്ങൾ അവന് കൊണ്ടുപോയി ഒന്നും കൊടുക്കേണ്ടതില്ല. പള്ളിയിൽ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ ആരും സംഭാവന കൊടുക്കേണ്ടതില്ല എന്ന് കേട്ടി പറഞ്ഞു വന്നിട്ട് തെറ്റിദ്ധരിക്കരുത്. അയാൾക്ക് വേണമെങ്കിൽ കൊടുത്തോളി, കൊടുക്കാതിരുന്നെങ്കിൽ കൊടുക്കണ്ട. അതല്ല ഈ പറയുന്നത്. എന്തിനാണ് ഈ സ്ഥാപനം എന്ന് ചോദിച്ചാൽ, ആ സ്ഥാപനം കൊണ്ട് ഉണ്ടാകുന്നില്ലെങ്കിൽ, നേടേണ്ടത് നേടാൻ കഴിയുന്നില്ലെങ്കിൽ, കിട്ടേണ്ടത് കിട്ടാൻ കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണിത്? പിന്നെ എന്തിന് ഹബീബുമാരെ ഇതിന്റെ പിന്നാലെ നിങ്ങൾ നിൽക്കുന്നു? നിങ്ങൾക്കതുകൊണ്ട് ലോകത്ത് എന്തുണ്ടാക്കാൻ കഴിയും? മറ്റെല്ലാവരും ഉണ്ടാക്കുന്ന നിലവിലുള്ള ഒരു സംസ്കാരം അത് അതേ കോലത്തിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും. എല്ലാവരും ചെയ്യുന്ന പൂജാ വഴിപാടുകളുടെ മറ്റൊരു രീതി നിങ്ങൾക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും. അതല്ലല്ലോ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുക. എനിക്ക് വഴിപ്പെട്ട് ജീവിക്കുക എന്നതാണ് നിങ്ങളെ പഠിച്ചതിന്റെ ലക്ഷ്യമാകുന്നത്.
നമ്മൾ അള്ളാഹുവിന് വഴിപ്പെട്ടാണോ ജീവിക്കുന്നത്? എല്ലാം നമ്മൾ അംഗീകരിക്കും. തിന്നാന്നത് അള്ളയാണ്, കുടിക്കാൻ തന്നത് അള്ളാഹുവാണ്. അതേപോലെ തന്നെ കാണുന്ന എല്ലാം അള്ളാന്റേതാണ്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവ് അവനാണ്. എന്നിട്ടോ ഇതൊക്കെ അംഗീകരിക്കുന്ന നിങ്ങൾ പിന്നെ എന്താ അവന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാത്തത്? ആ ചോദ്യത്തിന്റെ മുമ്പിൽ നമുക്ക് മറുപടി ഫഖുൽ അഫലാ തത്തഖൂൻ. പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് തഖ്വ ഉണ്ടാകുന്നില്ല? തഖ്വ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയൊരു തഖ്വ എന്ന് പറഞ്ഞാൽ പ്രത്യേക വേഷം, ആ കോലം, എന്നിട്ട് ഇങ്ങനെ ഭക്തനായി ജീവിക്കുക, ആരോടും മിണ്ടാതെ. അതാണല്ലോ നമ്മളെ തഖ്വ. തഖ്വ എന്ന് പറഞ്ഞാൽ ഇംതിസാലു അവാമിരില്ലാഹി വജിത്തിനാബു നവാഹി, അള്ളാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ നടപ്പാക്കുക, അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ ഒഴിവാക്കുക. അതാണ് തഖ്വ. ഇതൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്തേ അവന്റെ കൽപ്പന നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പാക്കാത്തത്? ഇതാണ് അള്ളാഹു ചോദിക്കുന്നത്. അവിടെ നമ്മൾക്ക് മറുപടി ഇല്ല, മറുപടി പറയേണ്ടതുമില്ല. കാരണം നമ്മൾ ഒരു മതമാക്കി ഇതിനെ മാറ്റിയിട്ട് പൂജാ വഴിപാടുകളിൽ പഠിച്ചവനെ എല്ലാവരെക്കാളും കൂടുതൽ ശ്രദ്ധയോടുകൂടി നമ്മൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ ബിംബങ്ങളില്ലെങ്കിലും നമ്മുടെ മനസ്സുകളിൽ ഒരുപാട് മതങ്ങളുടെ പേരിലുള്ള ബിംബങ്ങളുണ്ട്. അതങ്ങോട്ട് മാറ്റിയെടുക്കുക. അള്ളാഹുവിന് നിങ്ങളിൽ നിന്നൊന്നും ആവശ്യമില്ല. അള്ളാഹുവിനോട് നിങ്ങൾക്കാണ് ആവശ്യമുള്ളത്. അതുകൊണ്ട് ആ മനസ്സോടുകൂടി പടച്ച തമ്പുരാനെ വഴിപ്പെട്ട് ജീവിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽ കരീമുൽ മഅബൂദ് وأشهد أن لا إله إلا الله الرحيم المحمود وأشهد أن محمدا عبده ورسوله وأشرف مولود صلى الله على محمد وعلى آله وصحبه وسلم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم ارض عن الخلفاء الراشدين المهديين وبقية الصحابة والصحابيات رسول الله صلى الله عليه وسلم رضوان الله تعالى عنهم أجمعين. കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ ആയുസ്സുണ്ടെങ്കിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. ആരോഗ്യം ഇങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ബദൽ സംവിധാനം മുമ്പിലില്ലതാണ്. അള്ളാഹു സാധിച്ചുവെങ്കിൽ പറയാനുണ്ട്, പ്രാർത്ഥിക്കുക. അല്ല അവിടെ വെച്ച് അവസാനിപ്പിക്കാനാണ് പഠിച്ചവന്റെ തീരുമാനമെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനത്തിൽ നമ്മൾ സംതൃപ്തരാണ്. ചെറിയൊരു പനിയൊക്കെ വന്നപ്പോണ്ടായ ക്ഷീണമാണെങ്കിലും പ്രായാധിക്യം കൊണ്ടുണ്ടാകുന്ന ക്ഷീണമുണ്ട്. പ്രാർത്ഥിക്കുക. നിങ്ങൾ ഒരു 4-5 വിഷയവും കൂടി ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്നുണ്ട്. ഇവിടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് അള്ളാഹു അതിന് അവസരം നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر